ഗ്രീക്കുകാർക്ക് അപ്പോളോ ദേവൻ എന്ന പോലെ മലബാറുകാർക്കും കർണാടകയിലെ കുടകർക്കും മുത്തപ്പൻ പ്രിയപ്പെട്ട ദൈവമാണ്. കൺമുന്നിൽ കാണുകയും ഭക്തനോട് നേരിട്ട് ഉരിയാടുകയും ചെയ്യുന്ന ദൈവമാണ് മുത്തപ്പൻ. ഉത്തര കേരളത്തിലെ ജനങ്ങളുടെ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ദൈവം. വന്നവരെ മടക്കുകയോ പോകുന്നവരെ വിളിക്കുകയോ ചെയ്യാത്ത ദൈവമായും മുത്തപ്പനെ പറയാറുണ്ട്. സാന്ത്വന വാക്കുകളാൽ ഭക്തന്റെ ദുഃഖം തലോടി മാറ്റാനും സുഖവിവരങ്ങൾ അന്വേഷിച്ച് ആയുരാരോഗ്യം നേരാനും മുത്തപ്പന്റെ അടുത്തെത്തുന്നവർ നിരവധിയാണ്. തങ്ങളുടെ സങ്കടങ്ങൾ നേരിട്ട് പറഞ്ഞ് ആശ്വാസം നേടാമെന്ന വിശ്വാസമാണ് ഭക്തർക്കിടയിൽ ഈ ദൈവത്തെ ജനപ്രിയമാക്കുന്നത്. ഇപ്പോഴിതാ മുത്തപ്പന്റെ കോലം കെട്ടി വൻ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നുവെന്ന ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. മലപ്പുറത്താണ് സംഭവം. ചുങ്കത്തറയിൽ ശ്രീ മുത്തപ്പൻ ചാരിറ്റബിൾ ട്രസ്റ്റ് വഴി വൻ സാമ്പത്തിക സമാഹരണം നടത്തിയെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. മുത്തപ്പ വിശ്വാസ സങ്കല്പത്തിൽ ഇല്ലാത്ത വിധത്തിലാണ് മലപ്പുറത്ത് മുത്തപ്പ കോലം കെട്ടിയാടിയതെന്ന ആരോപണമാണ് ഉയർന്നുവരുന്നത്. പ്രധാനമായും 3 തരത്തിലുള്ള സങ്കല്പമാണ് മുത്തപ്പ സങ്കല്പത്തിലുള്ളത്. ഒന്നാമത്തേത് മഠയനാണ്, രണ്ടാമത്തേത് മുത്തപ്പൻ വെള്ളാട്ടവും, മൂന്നാമത്തേത് തിരുമുടി ധരിച്ച മുത്തപ്പനുമാണ്. ഈ 3 സങ്കല്പത്തിലും പെടാത്ത രീതിയിലുള്ള രൂപത്തിലുള്ള വെള്ളാട്ടം കെട്ടിയാണ് മലപ്പുറത്ത് വലിയ രീതിയിലുള്ള ധനസമാഹരണം നടന്നത്. മുത്തപ്പൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലാണ് മുത്തപ്പ കോലം കെട്ടിയാടിയത്. സാധാരണയായി കണ്ടുവരുന്ന മുത്തപ്പൻ കോലത്തിന്റെ വേഷഭൂഷാദികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ രൂപത്തിലും ഭാവത്തിലുമാണ് ഇവിടെ തെയ്യക്കോലം പ്രത്യക്ഷപ്പെട്ടത്. ഇത്തരം തട്ടിപ്പുകൾ തടയാൻ അധികൃതർ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് കുന്നത്തൂർപ്പാടിയിലെ ആചാരസ്ഥാനികൻ പറയുന്നത്. ജാതിമത ഭേദമില്ലാതെ മുത്തപ്പന്റെ ആരാധകർ അനുദിനം ഏറുകയാണ്. ഭക്തരുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്യുന്ന ഇത്തരം തട്ടിപ്പുകാർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ്.